ചൈനയും റഷ്യയും ഉയർത്തുന്ന ഭീഷണികളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഗോൾഡൻ ഡോം എന്ന $5 ബില്യൺ വിലമതിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിലുള്ള പദ്ധതികൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്നും സംസാരിച്ച ട്രംപ് പദ്ധതിക്കായി ഒരു അന്തിമ രൂപകൽപ്പന തിരഞ്ഞെടുത്തതായും ബഹിരാകാശ സേനാ ജനറൽ മൈക്കൽ ഗ്യൂട്ട്ലിനെ ഈ സംരംഭത്തിന്റെ തലവനായി നിയമിച്ചതായും വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഡോം നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കും, ഓവൽ ഓഫീസിൽ നിന്നും ട്രംപ് വ്യക്തമാക്കി. കാനഡ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായും അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഓഫീസ് അഭ്യർത്ഥനകളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. വരുന്ന മിസൈലുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഒരുപക്ഷെ തടയാനും ഗോൾഡൻ ഡോം നൂറുകണക്കിന് ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലിന്റെ അയൺ ഡോമിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ട്രംപിന്റെ പദ്ധതി വിശാലമാണ്. വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ശത്രു മിസൈലുകളെ ലക്ഷ്യമിടുന്നതിനുള്ള നിരീക്ഷണ ഉപഗ്രഹങ്ങളും ഇന്റർസെപ്റ്റർ ഉപഗ്രഹങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പദ്ധതിക്ക് തുടക്കം കുറിച്ച ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ജനുവരിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഡോം പ്രോജക്റ്റ് എങ്ങനെ ഒരു ഗെയിം ചേഞ്ചർ ആകും എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസിദ്ധമാണ്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്നും അമേരിക്കൻ ഭൂപ്രദേശത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അടുത്ത തലമുറ മിസൈൽ പ്രതിരോധ പദ്ധതിയാണ് ഗോൾഡൻ ഡോം. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച പഴയ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗോൾഡൻ ഡോം ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ്, ക്രൂയിഡ് മിസൈലുകൾ, AI സജ്ജീകരിച്ച ഡ്രോണുകളുടെ വലിയ കൂട്ടം എന്നിവ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ പുതിയ ഭീഷണികൾ വേഗതയേറിയതും കൂടുതൽ സങ്കീർണവും പിന്തുടരാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുമാണ്. അതിനാൽ പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത്ര ഫലപ്രദമല്ല. ഇക്കാരണത്താൽ തന്നെ വിശാലമായ ഇൻ്റഗ്രേറ്റഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിലേക്കുള്ള ഒരു വലിയ പുരോഗതിയായി ഗോൾഡൻ ഡോമിനെ കണക്കാക്കുകയും ചെയ്യുന്നുവെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രതിരോധ വിദഗ്ധർ സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്ന ഒന്നാണ് ഗോൾഡൻ ഡോമിന്റെ കാതൽ. ഇതിനർത്ഥം ഹൈടെക് ഡിറ്റക്ഷൻ സെൻസറുകൾ, ട്രാക്കിംഗ് ടൂളുകൾ, ഇന്റർസെപ്റ്റർ മിസൈലുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുകൾ എന്നിങ്ങനെയുള്ള നിരവധി വ്യത്യസ്ത ഭാഗങ്ങൾ ഒരുമിച്ച് ഒരു സ്മാർട്ട് കണക്റ്റഡ് നെറ്റ്വർക്കായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഓരോ ഘടകവും സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കുകയും പക്ഷേ ഭീഷണികൾ വേഗത്തിൽ കണ്ടെത്തുന്നതിനുമുള്ള നിർവീര്യമാക്കുന്നതിനുമുള്ള തത്സമയ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുമാണ്. യുദ്ധങ്ങൾ വീണ്ടും വീണ്ടും ശക്തമാകുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസരത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീഷണിയുടെ വക്കിലാണ്. അമേരിക്ക ഏതു തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നോക്കി നിൽക്കുകയാണ് റഷ്യയും. ഇപ്പോൾ റഷ്യയും അമേരിക്കയും അവരുടെ ആയുധ ശേഖരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഭീഷണികളായി നിലനിർത്തുന്നത് മറ്റു പല രാജ്യങ്ങൾക്കുമാണ്. റഷ്യ യുക്രൈനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ യുക്രൈനിൽ നിന്നുള്ള ധാതു ലവണങ്ങളിലേക്കാണ് അമേരിക്കയുടെ കണ്ണ്. അത്തരത്തിൽ യുക്രൈനെ പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ പിന്നെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒരുപോലെ സ്വന്തമാകുമോ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ചകളും ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവരുടെ ചർച്ചകളിൽ നിന്നും ആയുധ ശേഖരണം മാത്രമല്ല മറ്റ് യുദ്ധവിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഒരു താൽക്കാലിക അവസാനത്തിൽ എത്തി നിൽക്കുകയാണെങ്കിൽ പോലും ഇനി എന്തെല്ലാം മാറ്റങ്ങൾക്ക് ഇത് പ്രധാനപ്പെട്ട കാരണമായി മാറും എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും റഷ്യയും ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ യുക്രൈനും ഇപ്പോൾ ഇന്ത്യയുടെ കൂടെയാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ചൈന പാകിസ്ഥാനോട് കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ റഷ്യയും അമേരിക്കയും യുക്രൈനും ഇന്ത്യയും ചൈനയ്ക്കെതിരെ നിൽക്കുമെന്നുള്ളത് തീർച്ചയാണ്. ചൈനയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം ചൈനയെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ രാജ്യങ്ങൾക്കുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ആയുധ നിർമ്മാണ കാര്യങ്ങളിൽ ചൈനയുടെ നീക്കുപോക്കൽ എത്രത്തോളമാണ് എന്നുള്ളതും രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്.
ചൈനയിൽ ഇനിയും വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ആയുധത്തിലുണ്ടാകുന്ന നവീകരണങ്ങളോ ലോകരാജ്യങ്ങൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം.